നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2026 കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി 31 വരെ. 2026-27 അധ്യയന വർഷം എഞ്ചിനീയറിംഗിൻ്റെയും MBBS BDS ഉൾപ്പെടുന്ന മെഡിക്കൽ കോഴ്സുകളുടെയും BPharmൻ്റെയും BArchൻ്റെയും പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ ആപ്ലിക്കേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് ജനുവരി 31 അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുക്കണം. കമ്മ്യൂണിറ്റി റിസർവേഷൻ അടക്കമുള്ള സ്പെഷ്യൽ റിസർവേഷൻ്റെ ഒക്കെ ഉൾപ്പെടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഫെബ്രുവരി 7 വരെയാണ് സാവകാശം. കീം 2026 പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നാഷണാലിറ്റി, നേറ്റിവിറ്റി, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്, ആപ്ലിക്കേഷൻ ഫീസ് എന്നിവ അടച്ച് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ എഡിറ്റ് ചെയ്യുവാൻ കേരള എൻട്രൻസ് കമ്മീഷണർ ഒരു അവസരം നൽകിയിരിക്കുന്നു. കാൻഡിഡേറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതുപോലെ തന്നെ 11th 12th രജിസ്ട്രേഷൻ നമ്പർ, അഡ്രസ്സ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നിവയിൽ എൻട്രി ചെയ്തതിന് ശേഷം അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഒരവസരം ആദ്യമായി കീം 2026 വന്നിരിക്കുന്നു. നിങ്ങളുടെ പേരുൾപ്പെടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുള്ളവർ മാത്രം ഈ അവസരം ഉപയോഗിക്കാം. ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ്സ് ലോഗിൻ വഴി ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ പേജിൽ പ്രവേശിച്ചിട്ടാണ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പേജിൽ പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് ഫെബ്രുവരി 7 വരെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള അവസരം. ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ലിങ്ക്, അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ്. നിങ്ങൾ എൻ്റർ ചെയ്ത ഡേറ്റയിൽ നിങ്ങളുടെ അഡ്രസ്സിൽ, ഡേറ്റ് ഓഫ് ബർത്തിൽ, അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ പേരിൽ, ജെൻഡറിൽ, അതുപോലെ തന്നെ 12th രജിസ്ട്രേഷൻ നമ്പറിൽ, അഡ്രസ്സ്, ബാങ്ക് അക്കൗണ്ട് നമ്പറിലൊക്കെ എന്തെങ്കിലും കറക്ഷൻ ആവശ്യമെങ്കിൽ അങ്ങനെ ആവശ്യമുള്ളവർ മാത്രം അവരുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതെങ്ങനെയെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഒക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം എൻ്റർ ചെയ്ത കാൻഡിഡേറ്റിൻ്റെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ക്ലാസ് 12 രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ റോൾ നമ്പർ, അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നിവ ലഭ്യമാകും. ഇതിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമായ തിരുത്തലുകൾ നടത്തി അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമാണ് കേരള എൻട്രൻസ് കമ്മീഷണർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാൻഡിഡേറ്റിൻ്റെ പേര് നമുക്കറിയാം, 10th ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് പോലെ വേണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് വേണം. പിന്നെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 റിസൾട്ട് അറിയുന്ന +2 നമ്മുടെ റോൾ നമ്പറാണ്, അത് എൻ്റർ ചെയ്യാം. അത് കിട്ടാത്തവർ ഇപ്പോൾ +2 ബോർഡ് എക്സാം പഠിക്കുന്ന CBSE ISC വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പറോ ആധാർ ID ഉപയോഗിക്കാം. എന്നാൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന +2 കേരള സിലബസ് പഠിക്കുന്നവർക്ക് അവരുടെ +1 റോൾ നമ്പർ തന്നെ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിൽ കിടക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ തന്നെ ഉപയോഗിക്കാം. അവിടെയൊക്കെയാണ് ആവശ്യമായ ഭേദഗതി. ഇത് എല്ലാവരും വരുത്തേണ്ട ഒരു മാറ്റമല്ല. റോൾ നമ്പറും ഒക്കെ +2 ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനായിട്ട് ജൂണിൽ ഒരിക്കൽ കൂടി അവസരം, നമ്മുടെ എഞ്ചിനീയറിങ്ങിന് +2 മാർക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന അവസരത്തിൽ ഒരിക്കൽ കൂടി ആ മാറ്റങ്ങളൊക്കെ വരുത്താൻ അവസരമുണ്ട്. എങ്കിലും പേഴ്സണലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ്. നമ്മളുടെ അഡ്രസ്സ് ഉൾപ്പെടെ, അതുപോലെ പാസ്ബുക്കിൻ്റെ കാര്യങ്ങൾ, നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത് 2027 നമുക്ക് ആവശ്യമുള്ള റീഫണ്ട് ഏത് അക്കൗണ്ടിലോട്ട് വരണം. നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ ഫീസ് അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിലൊക്കെ നമ്മൾ ഫീസ് അടയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അലോട്ട്മെൻറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ് കിട്ടുന്നത്. അത് പിന്നീട് ഗവൺമെൻറ് മേഖലയിലോട്ട് മാറുമ്പോഴൊക്കെ തിരിച്ചൊരു റീഫണ്ട് എമൗണ്ട് കിട്ടണമെങ്കിൽ അത് ഏത് അക്കൗണ്ടിലോട്ടാണ് വേണ്ടതെന്നുള്ളതിനാണ് ഒരു പാസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ മാറ്റി കൊടുക്കണമെങ്കിൽ ഇത്രയും പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് കാറ്റഗറിയോ ഇൻകമോ അല്ല മറ്റ് നമ്മൾ എൻ്റർ ചെയ്യേണ്ട ബേസിക് ഡീറ്റെയിൽസിൻ്റെ എഡിറ്റിംഗ് അല്ല തന്നിരിക്കുന്നത്, പ്രൊഫൈൽ ഡീറ്റെയിൽസാണ് എഡിറ്റിങ്ങിനുള്ള അവസരം തന്നിരിക്കുന്നത്. ബാക്കി നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷൻ, ഫോട്ടോ സിഗ്നേച്ചറിൻ്റെയൊക്കെ വെരിഫിക്കേഷൻ അതാത് സമയത്ത് എൻട്രൻസ് കമ്മീഷൻ നിങ്ങളെ അറിയിക്കുകയും ആവശ്യമുള്ള മാറ്റങ്ങൾക്ക് അനുവദിക്കുകയും ഒക്കെ ചെയ്യും. റെഗുലറായിട്ട് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വാച്ച് ചെയ്താൽ മാത്രം മതിയാകും.
ജനുവരി 31 നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ ഫെബ്രുവരി 7 വരെയാണ് അവസരമുള്ളത്. എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനും അതുപോലെ തന്നെ ബിഫാമിനും ആർക്കിടെക്ചർക്കും 4 കോഴ്സുകൾക്കാണ് നമുക്ക് ഈ ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ചില വിദ്യാർത്ഥികളെങ്കിലും ചില കോഴ്സുകൾ ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. നീറ്റ് എക്സാമാണ് എഴുതുന്നത്, പക്ഷേ മെഡിക്കൽ എന്ന് കൊടുക്കാൻ മറന്നുപോയവരുണ്ട്, എഞ്ചിനീയറിംഗ് ആഡ് ചെയ്യാൻ മറന്നുപോയവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ടൊരു അവസരം തന്നിരുന്നു ഈ അപേക്ഷയുടെ കൂടെ തന്നെ. അപ്പോൾ ഫെബ്രുവരി 7 തന്നെ ഇതേ അപേക്ഷയിൽ നിങ്ങൾക്ക് കോഴ്സുകൾ ആഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി വരുന്നുണ്ട്. അങ്ങനെ ആവശ്യമുള്ളവർ ആ നോട്ടിഫിക്കേഷനും ശ്രദ്ധിക്കുക. അപ്ഡേറ്റുകൾക്ക് ബ്രില്യൻ യൂട്യൂബ് ചാനലുകൾക്ക് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.